ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് ടി വിയിൽ പലപ്പോഴും വയർലെസ് നെറ്റ്വർക്ക്, അതായത് വൈഫൈ എങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ളത് പലർക്കും അറിയില്ല. എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. ഞാനത് കാരണം ഈ ടി വി പലപ്പോഴും ഓപ്പൺ ആക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ കുറേ സമയം എടുത്തിട്ടാണെങ്കിലും അത് പഠിച്ചു. അപ്പോൾ നിങ്ങൾക്കും കൂടി ആ അറിവ് ഷെയർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ഒരു കാര്യം പറയാം, എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. പക്ഷെ അറിയാത്തൊരു 4 പേരെങ്കിലും ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. അപ്പോൾ നമ്മൾ പിന്നെ റിമോട്ട് കൺട്രോളിൻ്റെ സാധാരണ ടി വി ഓപ്പൺ ആക്കുന്ന സ്വിച്ചിൽ ടി വി ഓപ്പൺ ആക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആക്കണം. അത് ഞാൻ സ്കൈവോട്ടിൻ്റെ ഒരു ടി വി ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നോ സിഗ്നൽ എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ മെനു ഓപ്ഷൻ എടുത്തു. ഓക്കെ, മെനു ഓപ്ഷൻ എടുത്ത് നേരിട്ട് തന്നെ നിങ്ങൾക്ക് പോകാം. ഇനിയിപ്പോൾ അതല്ല, നമ്മൾ ഹോം എടുത്തേക്ക് കാണിച്ചാൽ ഹോം എടുത്ത് കാണിച്ചാൽ ഇങ്ങനെ കാണും. ഓക്കെ, ഇനി അതല്ല, നേരിട്ട് നമ്മൾ മെനു ഓപ്ഷൻ ആണ് എടുത്തിക്കണമെങ്കിൽ അങ്ങനെ നേരെ തന്നെ നമ്മൾ നേരെ എന്ത് ചെയ്യുക, സെറ്റിങ്സിലേക്ക് പോവുക. ഓക്കെ, ഇപ്പൊ ഞാൻ സെറ്റിങ്സിലേക്ക് പോയിട്ടുണ്ട്. സെറ്റിങ്സിൽ പോയിട്ട് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ തന്നെ പല ടി വിയിലും പല മോഡലിലാണ് നമ്മൾ നോക്കുക. സെറ്റിങ്സിലാണ് മെയിനായിട്ട് വൈഫൈൻ്റെ ഈ കണക്ടറൊക്കെ ഉണ്ടാവുക. നേരെ നെറ്റ്വർക്ക് ഓപ്ഷനിലേക്ക് പോവുക. നെറ്റ്വർക്ക് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ വയർ നെറ്റ്വർക്ക്, വയർലെസ് നെറ്റ്വർക്ക്, നെറ്റ്വർക്ക് സ്റ്റാറ്റസ് എന്ന് കാണാം. അപ്പം നമ്മൾ നേരെ വയർലെസ് നെറ്റ്വർക്കിലേക്ക് പോവുക. നമുക്ക് മൊബൈലിൽ നിന്നാണ് നമ്മൾ ടി വിയിലേക്ക് ഇത് കണക്ട് ചെയ്യുന്നതെങ്കിൽ മൊബൈലിൽ ആദ്യം ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ട് നമ്മൾ വെക്കണം. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതങ്ങനെ വൈഫൈയുടെ ലിസ്റ്റ് കാണിക്കും. ഓക്കെ, മർക്കസൽ അവീർ, ഡയറക്റ്റ് ഈസി, മർക്കസൽ അവീർ വൈഫൈ ഇങ്ങനെ കാണും. അപ്പോൾ ഞാൻ ഇപ്പോൾ മർക്കസൽ അവീർ എന്ന് ഫസ്റ്റ് കാണുന്ന ആ ഒരു വൈഫൈ ആണ് കണക്ട് ചെയ്യാൻ പോണത്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാം. ഓക്കെ, അപ്പോൾ ഒരു കീബോർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കീബോർഡിൽ നമ്മൾ ഇപ്പോൾ സ്മോൾ ലെറ്റർ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എനിക്കിവിടെ ക്യാപിറ്റൽ ലെറ്റർ ആണ് വേണ്ടത്. അപ്പോൾ നേരെ എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് നമ്മളത് ക്യാപിറ്റൽ ലെറ്റർ ആക്കണം. എന്നിട്ട് നമ്മൾ പാസ്വേഡ് ഏത് ലെറ്റർ ആണെന്ന് വെച്ചാൽ ആ ഓരോ ലെറ്ററും സെർച്ച് ചെയ്ത് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വളരെ സിമ്പിളാണ്. സിമ്പിളായിട്ട് പറ്റും. നമുക്ക് ഏതൊക്കെ ഇപ്പോൾ പാസ്വേഡിൽ അടിക്കണോ അത് അടിക്കുക. ഇനി ഇതിന് നമ്പർ കൂടി ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ഈ ഒരു ആരോ മാർക്കിലേക്ക് വരിക. ഈ അരമർക്കിലൊക്കെ ഒന്ന് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതാ നമ്പർ വരും. അപ്പോൾ നമ്പറിൽ ഏതാണ് നമുക്ക് വേണ്ട നമ്പർ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് മാറ്റാത്തത്. ഇനി നമുക്ക് എക്സ്ട്രാ ഉള്ള അക്ഷരം ഇത് അഡ്രൈറ്റോ ഹാഷോ ഒക്കെ വേണമെങ്കിൽ അതൊക്കെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് എനിക്ക് ഈ ഒരു സമയം വരെ ഞാൻ ഫാസ്റ്റ് ആയിട്ട് പോയിട്ടോ. ലാസ്റ്റ് ഇത് എങ്ങനെ കണക്റ്റ് ആക്കും എന്നതിൻ്റെ കാര്യത്തിൽ വളരെ കൺഫ്യൂഷൻ ആയി. കാരണം ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ട് പിന്നെ അത് ഓക്കെ കൊടുക്കാൻ ഞാൻ റിമോട്ടിൽ ഒരുപാട് സ്വിച്ചുകൾ സെലക്ട് ചെയ്തിട്ട് എനിക്ക് കാണില്ല. എങ്ങനെ നോക്കിയത് ബാക്ക് പോകട്ടെ. അവസാനം ഞാൻ കണ്ടുപിടിച്ചു. കാരണം അവിടെ കണക്ട് എന്നുള്ള സ്ഥലത്ത് ഇവിടെ ഒരു പച്ച ബട്ടൺ ഓൾറെഡി കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ റിമോട്ടിൽ വന്നിട്ട് ഇത് അറിയുന്നവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയാണ് റിമോട്ടിലുള്ള ഈ പച്ച ബട്ടൺ എന്ത് ചെയ്തു, ഓക്കെ കൊടുത്തപ്പോൾ ഇതാ ഇങ്ങനെ കണക്റ്റിംഗ് കൊടുത്തു. ആണോ, അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ വൈഫൈ കണക്റ്റഡ് ആയി. ഓക്കെ, ഇത്രയുള്ള വളരെ സിമ്പിൾ ആണ്. ഓരോ ടി വിയിലും ഓരോ സെറ്റിങ്സ് കാരണം എന്തായാലും സെറ്റിങ്സിലാണ് നെറ്റ്വർക്കിന്റെ കണക്ഷനൊക്കെ വരിക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.